എല്ലാവർക്കും നമസ്തേ. ഇന്ന് വളരെ സ്വാദിഷ്ടമായ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുക്കാവുന്ന ചോറിനായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അധികം കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ലാത്ത ഒരു റെസിപ്പിയാണ്. വീഡിയോ കണ്ടു നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇഞ്ചി ഒട്ടും കൂടി പോകണ്ട കേട്ടോ. കൂടാതെ 2 പച്ചമുളക് നെടുകെ കീറി ചെറുതായി ചോപ്പ് ചെയ്തതാണ്. 2 വലിയ സവോള ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കൈകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് എല്ലാം കൂടി ഞെരടിയെടുക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ ഞെരടണം കേട്ടോ. എല്ലാ ഫ്ലേവറും അതിൽ ഇറങ്ങി വരണം. ഈ ഒരു സമയത്ത് ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സാക്കിയ ശേഷം മാറ്റി വെക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള കറിയൊക്കെ ആകുമ്പോൾ അധികം മൂക്കാത്ത ഇളപ്പം തേങ്ങ എടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെയാകാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അല്പം ഉപ്പ് കൂടി വേണം. ഇനി അതിലോട്ട് ഒരു 300 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് കട്ട തൈര് ഉടച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. കറി കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൈരിൽ അല്പം കൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ശേഷം കടുക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ച് ചൂടോടുകൂടി തന്നെ ഈ കറിയുടെ പുറത്തായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഒഴിച്ചുകറിയല്ലേ ഇത്. ഒഴിച്ചുകറിയായിട്ടും എടുക്കാം, ഒരു സൈഡ് ഡിഷായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഈവൻ ചപ്പാത്തിക്കും ഇത് നല്ലൊരു കറിയാണ്. അധികം കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഈ ഒരു ഉള്ളിക്കറി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.